അശ്ലീലമുണ്ട്. ഈ സ്ത്രീകള് നദിയിൽ കുളിക്കുന്നത് നഗ്നരായിട്ടോ അർദ്ധനഗ്നരായിട്ടോ അതിൽ യാതൊരു അശ്ലീലവുമില്ല. എന്നാൽ അവരറിയാതെ രാജാവ് അവരുടെ നഗ്നത ആസ്വദിക്കുന്നു. അത് പാപമാണ്, അശ്ലീലമാണ്. രാജാവിന്റെ മനസ്സിൽ മുഴുവൻ അശ്ലീലമാണ്. തീർന്നില്ല, യേശു പിന്നീട് പറയുന്നുണ്ട്, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. അടുത്തൊരു പാപമാണ്. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞു, ഒരു പാപവും തനിച്ചു നിൽക്കില്ല. പാപം എപ്പോഴും പാപത്തിന്റെ ചങ്ങല തീർക്കും, ഒരു ശൃംഖലയുണ്ടാവും. ഒരു പാപം മറ്റൊന്നിലേക്ക് നയിക്കും. നമ്മളിവിടെ അങ്ങനെ കാണുന്നത്. അങ്ങനെ ഈ സ്ത്രീകളെ മുഴുവൻ ആസക്തിയോടെ നോക്കുകയാണ് രാജാവ്. അവരുമായി തത്വത്തിൽ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു രാജാവ്. അങ്ങനെ ഓരോ സ്ത്രീയെയും നോക്കി. ഒരു സ്ത്രീയെ കണ്ടപ്പോഴ് രാജാവിന്റെ കണ്ണുകൾ അവളിൽ അങ്ങ് തറച്ചു നിന്നു. അത്രയും സുന്ദരിയായിരുന്നു അവള്, എക്സ്ട്രോർഡിനറി ബ്യൂട്ടിഫുൾ. അപ്പോൾ രാജാവ് എല്ലാ സ്ത്രീകളെയും നോക്കിയെങ്കിലും ഒരു സ്ത്രീയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകള് അവളെ തന്നെ തുറിച്ചു നോക്കി. കുറച്ചു കഴിഞ്ഞ് രാജാവ് ഒരു ദൂതനെ വിട്ട് അവൾ ആരാണ് എന്ന് അന്വേഷിച്ചു. മറുപടി കിട്ടി, ഊറിയായുടെ ഭാര്യ ബത്ശേബ. ഹിത്യനായ ഊറിയായുടെ ഭാര്യ ബത്ശേബ എന്നാണ് ബൈബിള്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ് ഈ കഥ മനസ്സിലാക്കാൻ. ഹിത്യൻ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽക്കാരനല്ല, പുറജാതിക്കാരനാണ്. പുറജാതിക്കാരനായ ഹിത്യൻ ഇസ്രായേൽക്കാരനായ ദാവീദ് രാജാവിന്റെ പട്ടാളത്തിൽ ചേർന്ന് പുറജാതിക്കാർക്കെതിരെ യുദ്ധം ചെയ്യുന്നു. നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം, ഒരു പാകിസ്ഥാനി ഇന്ത്യൻ പട്ടാളത്തിൽ ചേർന്ന് പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യാം, എങ്ങനെയിരിക്കും? ഏതാണ്ട് അതുപോലെയാണ് ഹിത്യക്കാരനായ ഊറിയ ദാവീദിന്റെ പട്ടാളത്തിൽ ചേർന്ന് പുറജാതിക്കാർക്കെതിരെ യുദ്ധം ചെയ്യാം. അദ്ദേഹത്തിന്റെ വിശ്വസ്തതയ്ക്ക് വലിയ ഉദാഹരണമാണ് ഈ പരാമർശം. ഇസ്രായേലിന്റെ രാജാവായ ദാവീദിന്റെ അവിശ്വസ്തത, ഹിത്യനായ ഊറിയായുടെ വിശ്വസ്തത, ഇത് തമ്മിലാണ് താരതമ്യം. കഥയുടെ താരതമ്യം ഇവിടെയാണ്. ആ ഊറിയായുടെ ഭാര്യയാണ് ഈ സുന്ദരിയായ ബത്ശേബ. രാജാവ് മറ്റൊരു ദൂതനെ അയച്ച് ബത്ശേബയോട് കൊട്ടാരത്തിലേക്ക് വരാൻ പറഞ്ഞു. അവൾ കൊട്ടാരത്തിൽ വന്നപ്പോൾ രാജാവ് അവളോട് പറഞ്ഞു, ഇന്ന് രാത്രി എന്റെ കൂടെ കിടക്കുക. അവള് വല്ലാത്ത ഒരു പ്രതിസന്ധിയിലായി. അവള് പറഞ്ഞു, എന്റെ ഭർത്താവിനോട് അവിശ്വസ്തയായിരിക്കാൻ എനിക്ക് കഴിയില്ല. എന്നാൽ പ്രഭോ, അങ്ങയോട് ഇല്ല എന്ന് പറയാനും എനിക്ക് കഴിയുന്നില്ലല്ലോ. എന്റെ ഭർത്താവിനോട് അവിശ്വസ്തയായിരിക്കാൻ എനിക്ക് കഴിയില്ല, എന്നാൽ അങ്ങയോട് പറ്റില്ല എന്ന് പറയാനും എനിക്ക് കഴിയുന്നില്ലല്ലോ. അങ്ങനെ പറ്റില്ലെന്ന് രാജാവിനോട് പറഞ്ഞാൽ അവളെ കൊല്ലാനുള്ള അധികാരമുണ്ട് രാജാവിന്. അവൾ പേടിച്ചു പോയി. രാജാവ് തന്നെ കൊല്ലുമെന്ന് അവൾ പേടിച്ചു. അങ്ങയോട് പറ്റില്ലെന്ന് പറയാൻ എനിക്ക് പറ്റുന്നില്ല, അതിനുള്ള ധൈര്യം എനിക്കില്ല. കാരണം മരണത്തിന് മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. എന്നാൽ അങ്ങയോട് യെസ് എന്ന് പറഞ്ഞാൽ, ശരി എന്ന് പറഞ്ഞാൽ എന്റെ ഭർത്താവിനോട് ഞാൻ അവിശ്വസ്തയായിരിക്കും. നമ്മൾ പറയില്ലേ, പിശാചിനും കടലിനും മധ്യേ എന്ന്. രണ്ട് വശവും പ്രശ്നമാണ്. യെസ് എന്ന് പറഞ്ഞാൽ ഭർത്താവിനോട് വിശ്വസ്തതയില്ല, നോ പറഞ്ഞാൽ രാജാവ് കൊല്ലും. ഇങ്ങനെ നിസ്സഹായാവസ്ഥയുടെ മൂർധന്യത്തിൽ എത്തിയിരിക്കുകയാണ് ഈ സ്ത്രീ. നമ്മൾ ചിലപ്പോഴൊക്കെ എത്തിപ്പെടുന്ന ഒരു അവസ്ഥയാണിത്. നമ്മുടെ നാട്ടില് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടത്, പട്ടണങ്ങളിൽ പ്രത്യേകിച്ചും. നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടി ഉള്ള പറമ്പോ വീടോ പണയപ്പെടുത്തി പഠിക്കുകയാണ്. അങ്ങനെ പെൺകുട്ടി പഠിച്ചു, നല്ലൊരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി കിട്ടി. വീടും പറമ്പുമെല്ലാം പണയപ്പെടുത്തിയിട്ടാണ് അവളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഈ മൾട്ടിനാഷണൽ കമ്പനിയിലെ ബോസ് അവളോട് ആവശ്യപ്പെടുകയാണ്, നീ എന്റെ കൂടെ രാത്രി കിടക്കണം, ഇല്ലെങ്കിൽ നിന്റെ ജോലി ഞാൻ കളയും. ജോലി അങ്ങനെ വലിച്ചെറിഞ്ഞ് കളയാൻ പറ്റുമോ? അവരുടെ വീടും കുടുംബവും എല്ലാം പണയപ്പെടുത്തിയിട്ടാണ് ജോലി കിട്ടിയത്. ജോലി വലിച്ചെറിയാൻ പറ്റുമോ? ഇല്ല. ജോലി വലിച്ചെറിയാതിരിക്കാൻ ബോസിന് അറിവപ്പെട്ടാലോ? അപ്പോൾ ജീവിതം തന്നെ നശിച്ചു, കന്യകാത്വം കൂടി പോയി. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മിൽ പലരും എത്തിപ്പെടുന്നുണ്ട്. പിശാചിനും കടലിനും മധ്യേ നമ്മൾ എത്തിപ്പെടുന്നു. ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് ഈ സ്ത്രീ. അവൾ മരിയാഗോരത്തി ആയിരുന്നില്ല. രാജാവിനെ എതിരിടാൻ ശക്തി ഉണ്ടായിരുന്നില്ല അവൾക്ക്. അതിനാൽ രാജാവിന് വിധേയപ്പെട്ടു അവള്. പിറ്റേ ദിവസം രാജാവ് അവളെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. മറ്റൊരു പാപമാണത്. എന്താണത്?
ഉത്തരവാദിത്തമില്ലാതെ ലൈംഗികത അനുഭവിക്കുക, മറ്റൊരു സ്ത്രീയുമായി ഉത്തരവാദിത്തമില്ലാതെ കിടക്ക് പങ്കിടുക, അവൾ വീട്ടിലോട്ട് പറഞ്ഞു വിടുകയാണ്. പാപത്തിന്റെ ചങ്ങലകൾ നമ്മൾ കാണുകയാണ്, വിവിധ പാപങ്ങൾ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവള് രാജാവിന് വിവരമറിയിച്ചു താൻ ഗർഭിണിയാണെന്ന്. ദാവീദ് രാജാവ് വളരെ കൗശലമേറിയവനായിരുന്നു. കണ്ണിങ്. നമ്മൾ സർപ്പത്തെക്കുറിച്ചുള്ള ആ വ്യാഖ്യാനം ഇപ്പോൾ തിരിച്ചറിയാണ്. മറ്റെല്ലാ ജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം. ദാവീദ് രാജാവ് കൗശലമുള്ളവനായിരുന്നു. അദ്ദേഹത്തിന്റെ കൗശലത്തിന്റെ കഥകളാണ് നമ്മൾ ഇനി കാണുക. രാജാവ് ദൂതനെ അയച്ച് യോവാബ് എന്ന പട്ടാള തലവനോട് ഹിത്യക്കാരനായ ഊറിയായെ കൊട്ടാരത്തിലേക്ക് പറഞ്ഞയക്കാൻ പറഞ്ഞു, യുദ്ധസ്ഥലത്ത് നിന്നും. അങ്ങനെ ഊറിയ കൊട്ടാരത്തിലെത്തി. സാധാരണ ഒരു പട്ടാളക്കാരനോട് രാജാവ് സംസാരിക്കാനൊന്നും വരില്ല. പക്ഷെ ഇവിടെ രാജാവ്, ദാവീദ് രാജാവ്, ഒരു സാധാരണ പട്ടാളക്കാരനായ ഊറിയായോട് സംസാരിക്കാൻ വേണ്ടി കൊട്ടാരത്തിൽ നിന്നും താഴേക്ക് ഇറങ്ങി വന്നു. ഊറിയ വിചാരിച്ചു, എത്രയോ നല്ല രാജാവ്, തന്റെ ഭാര്യയുമായി ഈ രാജാവ് കിടക്ക പങ്കിട്ട കാര്യമൊന്നും ഈ ഊറിയയ്ക്ക് അറിയില്ല. എത്രയോ മഹാനായ രാജാവ് എന്ന് ഊറിയ മനസ്സിൽ വിചാരിച്ചു. കാരണം ഇത്രയും എളിമയും വിനയവുമുള്ള രാജാവിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത്. ദാവീദ് അയാളോട് വിശേഷങ്ങൾ ചോദിച്ചു. എങ്ങനെയുണ്ട് യുദ്ധരംഗത്തെ വിശേഷങ്ങൾ? യുദ്ധരംഗത്തെ വിശേഷങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ രാജാവ് അയാളോട് പറഞ്ഞു, നീ ക്ഷീണിച്ചു വരികയാണല്ലോ, യുദ്ധരംഗത്ത് നിന്നല്ലേ പറഞ്ഞേ, ക്ഷീണിച്ചു വരികയാണല്ലോ, വീട്ടിൽ പോയി ഭാര്യയോടൊപ്പം അല്പം വിശ്രമിക്കൂ. എന്തിനാണ് അങ്ങനെ രാജാവ് പറഞ്ഞത്? അവള് ഗർഭിണിയായിട്ട് 10-20 ദിവസമേ ആയിട്ടുള്ളൂ. ഇപ്പോൾ അവളുടെ ഭർത്താവ് അവളുമായി കൂടിക്കഴിഞ്ഞാൽ, കൂടെ കിടന്നാൽ ഗർഭത്തിന് ഉത്തരവാദിത്തം ഭർത്താവിന്റെ തലയിൽ തന്നെ കെട്ടിവെക്കാം. ദാവീദ് കൗശലമേറിയവനായിരുന്നു. പക്ഷെ ഊറിയ ദാവീദിനോട് പറഞ്ഞു, എന്റെ സ്നേഹിതന്മാര് യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ ഭാര്യയുമായി സുഖിക്കാൻ എനിക്കെങ്ങനെ കഴിയും? ഞാൻ പോകില്ല എന്ന് പറഞ്ഞു. നമ്മൾ വീണ്ടും താരതമ്യം ചെയ്യണം ഊറിയായുടെ വിശ്വസ്തതയും ദാവീദിന്റെ അവിശ്വസ്തതയും. അവൻ കൊട്ടാരത്തിൽ തന്നെ കിടന്നുറങ്ങിയെന്ന് ദാവീദ് കണ്ടു. ഊറിയാക്ക് ഉറങ്ങാം, ദാവീദിന് ഉറക്കം വരുന്നില്ല. പാപത്തിലിരിക്കുന്ന വ്യക്തിക്ക് ഉറക്കമില്ല, സ്ലീപ്ലെസ്നെസ്. ദാവീദ് ഉണർന്നിരിക്കുകയാണ്. ഈ ഊറിയ എന്താണ് ചെയ്യുന്നതെന്നാണ് ദാവീദ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം പാപത്തിലാണ് ദാവീദ്. ഊറിയാക്ക് എവിടെ കിടന്നുറങ്ങാനും ബുദ്ധിമുട്ടില്ല, കാരണം അവൻ പാപം ചെയ്തിട്ടില്ല. അതിന്റെ പിറ്റേ ദിവസം 2 ദിവസം കാത്തിരുന്നു ദാവീദ് ഊറിയ വീട്ടിൽ പോകുമോ എന്നറിയാൻ. വീട്ടിൽ പോകില്ല എന്ന് ഉറപ്പായപ്പോഴ് ദാവീദ് ഊറിയായോട് പറഞ്ഞു, ഇന്ന് രാത്രി നീ എന്റെ കൂടെ ഒരു ഡിന്നറിന് വരിക. രാജാവിന്റെ കൂടെ ഡിന്നർ കഴിക്കാൻ ക്ഷണിക്കപ്പെടുക എത്രയോ വലിയ കാര്യമാണ്. പക്ഷെ അങ്ങനെ ഉന്നതര് ഡിന്നറിന് ക്ഷണിക്കുമ്പോൾ അതിൽ കെണിയുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇവിടെ ഒരു കെണിയുണ്ടായിരുന്നു. ഇവിടെ രാജാവ് ഡിന്നറിന് വന്ന ഊറിയാക്കി കള്ളു കൊടുക്കാനും മദ്യം കൊടുക്കാനും കിങ്കരന്മാരെ ഏർപ്പെടുത്തിയിരുന്നു. അങ്ങനെ കള്ളു കുടിച്ച് ബോധം പോയാൽ ഊറിയ ഭാര്യയുടെ കൂടെ കിടക്കുമെന്നും അവളുടെ ഗർഭത്തിലെ ഉത്തരവാദിത്തം ഭർത്താവിന് തന്നെ കെട്ടിവെക്കാമെന്നും രാജാവ് വിചാരിച്ചു. കൗശലം. എന്നാൽ കള്ളുകുടിച്ച് ബോധം പോയിട്ടും ഊറിയ വീട്ടിലേക്ക് പോയില്ല. കൊട്ടാരത്തിന്റെ വരാന്തയിൽ കിടന്നുറങ്ങി എന്നാണ്. അവന് വരാന്ത മതി കിടക്കാൻ, കാരണം അവന്റെ മനസ്സിൽ പ്രശ്നമില്ല. ദാവീദിനോ ഉറക്കമില്ല. ഇവൻ ഭാര്യയുടെ കൂടെ കിടക്കാൻ പോകില്ല എന്ന് രാജാവിന് ഉറപ്പായി. അതിനാൽ പിറ്റേ ദിവസം ഊറിയയുടെ കയ്യിൽ ഒരു കത്ത് കൊടുത്തു വിടുകയാണ് പട്ടാളത്തലവനായ യോവാബിന് ദാവീദ്. ഞാൻ ചിലപ്പോൾ വിചാരിക്കാറുണ്ട്, ഒന്നുകിൽ ഊറിയാക്കി എഴുത്തും വായനയും അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ ആ കത്ത് വായിക്കില്ല എന്ന് ദാവീദിന് അത്ര ഉറപ്പായിരുന്നു. കാരണം അവനെ വധിക്കാനുള്ള കൽപ്പനയാണ് ആ കത്തിനകത്ത്. എങ്ങനെ വധിക്കണമെന്ന് പോലും ദാവീദ് അതിൽ കുറിച്ചിട്ടുണ്ടായിരുന്നു. ദാവീദ് തന്നെയും യുദ്ധം ചെയ്ത ശീലമുള്ളവനാണ്. അതുകൊണ്ട് ദാവീദിനറിയാം എങ്ങനെ ഒരാളെ കൊല്ലണമെന്ന്. അന്ന് ഇക്കാലത്തെ പോലെ ഗോറില്ല വാറല്ല, ഈ ഒളിയുദ്ധമല്ല, നേർക്കാണ് യുദ്ധം. ഒരു ഗ്രൂപ്പ് പട്ടാളക്കാരെ ഇങ്ങനെ വട്ടം കൂടി നിന്ന് വാളും പരിചയമായി യുദ്ധം ചെയ്യുകയാണ്. ഒരു ചിഹ്നം കൊടുക്കുക, മറ്റെല്ലാവരും പിന്മാറും, ഒരാൾ തനിച്ചാകും, ശത്രുവിന് അവനെ കൊന്നുകളയാം. അങ്ങനെ കൊല്ലണമെന്നാണ് ദാവീദ് ഈ കത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. രാജാവിന്റെ കത്ത് കണ്ട് പട്ടാളത്തലവൻ യോവാബ് ഞെട്ടിപ്പോയി. ഏറ്റവും നല്ല പട്ടാളക്കാരിൽ ഒരുവനാണ്
ഊറിയ. അവനെ കൊന്നുകളയാനാണ് രാജാവിന്റെ കൽപ്പന. അങ്ങനെ യുദ്ധരംഗത്ത് വെച്ച് ഊറിയ കൊല്ലപ്പെട്ടു. പാപം പാപങ്ങളുടെ ചങ്ങല തീർക്കുന്നുവെന്ന് നമ്മൾ വീണ്ടും വീണ്ടും തിരിച്ചറിയുകയാണ്. ഒരു പാപം മറ്റൊരു പാപത്തിലേക്കും പിന്നൊരു പാപത്തിലേക്കും, അങ്ങനെ പല പാപങ്ങളുടെ ചങ്ങല ഇപ്പോൾ ഒരു കൊലപാതകത്തിൽ കലാശിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് നാഥാൻ പ്രവാചകന്റെ കഥ മനസ്സിലാവുകയാണ്. ആ കഥയിലെ ധനികൻ ദാവീദാണ്. ധാരാളം ഭാര്യമാരുണ്ടായിരുന്നു ആ രാജാവിന്. ഇനിയും ഭാര്യമാരെ വേണമെങ്കിൽ എടുക്കാമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ പട്ടാളത്തിൽ ചേർന്ന് അദ്ദേഹത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ പോയ ആ പട്ടാളക്കാരന്റെ ഭാര്യയെ സ്വന്തമാക്കാൻ രാജാവിന് അവകാശമില്ലായിരുന്നു. പ്രജകളെ സംരക്ഷിക്കാൻ, സവിശേഷമായി യുദ്ധത്തിന് പോകുന്ന പട്ടാളക്കാരന്റെ ഭാര്യയെ സംരക്ഷിക്കാൻ രാജാവിന് ബാധ്യതയുണ്ടായിരുന്നു, ഉത്തരവാദിത്തമുണ്ടായിരുന്നു. അത് ലംഘിക്കുക മാത്രമല്ല, ചൂഷണം ചെയ്യുകയും ആ ചൂഷണത്തിന്റെ ഫലമായി നിരവധി പാപങ്ങളിലേക്ക് നിബന്ധിക്കുകയും ചെയ്ത ദാവീദ് രാജാവ്, നീയാണ് ആ മനുഷ്യൻ എന്ന് നാഥാൻ പ്രവാചകൻ ദാവീദിനോട് പറഞ്ഞത് നാം ഇപ്പോൾ തിരിച്ചറിയുന്നു. ദാവീദ് വലിയ മനുഷ്യനായിരുന്നു. ദൈവത്തിന്റെ ഹൃദയത്തോട് അടുപ്പമുള്ളവൻ എന്നാണ് ദാവീദിനെ കുറിച്ചുള്ള വേദപുസ്തക സാക്ഷ്യം. ദൈവത്തിന്റെ ഹൃദയത്തോട് അടുപ്പമുള്ളവൻ. എന്നിട്ടും അവൻ വീണുപോയി, വളരെയധികം വീണുപോയി. നാഥാൻ പ്രവാചകൻ നീയാണ് മനുഷ്യൻ എന്ന് പറഞ്ഞപ്പോൾ ദാവീദ്, അദ്ദേഹത്തിന് ബോധോദയം വരികയാണ്, തിരിച്ചറിവ് വരികയാണ്. ദാവീദ് വാവിട്ട് കരഞ്ഞു. തന്റെ പാപത്തെ ഓർത്ത് വാവിട്ട് കരഞ്ഞു. ആ കരച്ചില് വേദപുസ്തകം എഴുതിയിട്ടുണ്ട്. ആ കരച്ചിലാണ് 51-ാം സങ്കീർത്തനം. ദൈവമേ, പാപിയായ എന്നിൽ കനിയണമേ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ സങ്കീർത്തനം ദാവീദിന്റെ കരച്ചിലാണ്. ദാവീദ് വാവിട്ട് കരഞ്ഞപ്പോൾ ദൈവം നാഥാൻ പ്രവാചകനിലൂടെ ദാവീദിനോട് പറഞ്ഞു, നീ അനുതപിച്ചത് കൊണ്ട് നിന്റെ പാപം ഞാൻ ക്ഷമിക്കുന്നു. എന്നാൽ നിന്റെ പാപത്തിന് നീ പ്രായശ്ചിത്തം ചെയ്യേണ്ടി വരും. പാപം ഞാൻ ക്ഷമിക്കുന്നു, അനന്തരഫലം നീ അനുഭവിക്കണം. എന്താണ് അനന്തരഫലം? 2 കാര്യങ്ങളാണ്. ഒന്ന്, ആ പാപത്തിലുണ്ടായ കുഞ്ഞ് അത് മരിച്ചു പോകും. അതിന് പകരം ഞാൻ വേറെ കുഞ്ഞിനെ തരാം. ആ കുഞ്ഞ് മരിക്കാതിരിക്കാൻ വേണ്ടി ദാവീദ് ചാരത്തിലിരുന്ന് ചാരം പൂശി പ്രാർത്ഥിക്കുന്ന രംഗമൊക്കെ ബൈബിൾ നന്നായി അവതരിപ്പിച്ചിട്ടുണ്ട്. 2ാമത്തെ പ്രായശ്ചിത്തം പറഞ്ഞത്, നിന്റെ ഭവനത്തിന് മുകളിൽ ഒരു വാള് തൂങ്ങിക്കിടക്കുമെന്നാണ്. A sword shall not depart from your house. നിന്റെ വീട്ടിൽ നിന്ന് വാള് നീങ്ങിപ്പോകയില്ല. നിന്റെ ഭവനത്തിൽ നിന്ന് വാള് നീങ്ങിപ്പോകയില്ല. നമ്മൾ അടുത്ത അധ്യായം കൂടി പരിഗണിക്കുമ്പോൾ ഈ വാളിന്റെ കഥ സാമൂഹ്യന്റെ 2-ാം ഗ്രന്ഥത്തില് 11, 12, 13 അധ്യായങ്ങളിലാണ് ഞാൻ ഈ പറഞ്ഞ കഥകൾ കിടക്കണേ. അടുത്ത അധ്യായത്തിൽ ഈ വാളിന്റെ കഥയാണ് നമ്മൾ കാണുക. ദാവീദിന് പല ഭാര്യമാരുണ്ടായിരുന്നു, പല മക്കളുണ്ടായിരുന്നു. ആദ്യ ഭാര്യയിലുണ്ടായ ആദ്യ മകനാണ് അമ്നോൻ. ദാവീദിന് ഉണ്ടായ ആദ്യ സന്താനമാണ് അമ്നോൻ, ഒരു ഭാര്യയിലെ മകൻ. മറ്റൊരു ഭാര്യയില് ഉണ്ടായ 2 മക്കളാണ് അബ്ശലോം, താമാർ എന്നിവർ. അബ്ശലോമിന്റെ സ്വന്തം സഹോദരിയാണ് താമാർ. വളരെ സുന്ദരിയായിരുന്നു താമാർ. ഈ താമാറിനോട് അമ്നോന് പ്രേമം തോന്നി. അദ്ദേഹത്തിന്റെ അർദ്ധ സഹോദരിയാണ് താമാർ. അപ്പന് മറ്റൊരു ഭാര്യയിലുള്ള മകള്. താമാർ വളരെ സുന്ദരിയായിരുന്നു. താമാറിനോട് അമ്നോന് കലശലായ പ്രേമം. അയാള് പല പ്രാവശ്യം അവളോട് പറഞ്ഞു, എന്റെ കൂടെ കിടക്കുക. താമാർ പറഞ്ഞു, നീ നമ്മുടെ അപ്പനോട് പറ, നമുക്ക് കല്യാണം കഴിക്കാം. അക്കാലത്ത് അത് അനുവദനീയമായിരുന്നു. അപ്പന്റെ ഭാര്യയിലുള്ള മറ്റൊരു മകനോ മകളുമായി കല്യാണം കഴിക്കുക അന്നത് അനുവാദമുണ്ടായിരുന്നു. താമാർ പറഞ്ഞു, നീ അപ്പനോട് പറ, നമുക്ക് കല്യാണം കഴിക്കാം. അമ്നോൻ പറഞ്ഞു, നിനക്ക് കല്യാണം കഴിക്കൊന്നും വേണ്ട, നീ എന്റെ കൂടെ കിടന്നാ മതി. ഇത് നമ്മൾ ഇന്ന് കാണുന്ന ഒരു പാപമാണ്. കല്യാണം വേണ്ട, ഒരുമിച്ച് അങ്ങ് ജീവിച്ചു പോയാ പോരെ. മക്കള് വേണ്ട, കല്യാണം വേണ്ട, ഒരുമിച്ച് കഴിഞ്ഞാൽ മതി. കോഹബിറ്റേഷൻ, ഒരുമിച്ച് വസിച്ചാൽ മതി.
പാപങ്ങൾ എന്തുമാത്രം പതിയിരിപ്പുണ്ടെന്ന് നോക്കുക. പക്ഷേ അമ്നോൻ താമാറുമായി കല്യാണം കഴിക്കാതെ തന്നെ അവളുമായി കിടക്ക പങ്കിടാൻ ആഗ്രഹിച്ചു. താമാർ സമ്മതിച്ചില്ല. അവസാനം ഈ പ്രേമം കലശലായി അവൻ രോഗിയായി തുടങ്ങിയെന്നാണ്. കൂട്ടുകാരൻ അമ്നോനോട് പറഞ്ഞു, നീ പനിയാണെന്ന് നടിച്ച് നിന്റെ ബെഡ്റൂമിൽ കഴിയ, എന്നിട്ട് അപ്പനോട് പറയാ, ദാവീദിനോട് പറയാ, താമാറ് ഒരു അടയുണ്ടാക്കി നിന്റെ മുറിയിലേക്ക് കൊണ്ടുവരാൻ. അപ്പോൾ നിനക്ക് സുവർണാവസരം കിട്ടും. കൂട്ടുകാരന്മാരുടെ ഉപദേശം നോക്കുക, തെറ്റായ ഉപദേശങ്ങൾ. പല പുരുഷന്മാരും തെറ്റായ ഉപദേശം സ്വീകരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനൊരു പള്ളിയിൽ വികാരിയായിരിക്കുമ്പോൾ ഒരു ഞായറാഴ്ച ഒരു ചെറുക്കന്റെ കല്യാണം ഞാൻ ആശീർവദിച്ചു. ഒരു സന്ധ്യയായപ്പോഴ്, ഒരു 6-7 മണിയായപ്പോഴ് ഈ കല്യാണം കഴിഞ്ഞ ചെറുക്കൻ, അന്ന് ഉച്ചക്കാരന്റെ കല്യാണം, ആ ചെറുക്കൻ തിരിച്ച് പള്ളിയിലേക്ക് വന്നിരിക്കുക. ഞാൻ ചോദിച്ചു, നീ എന്താ പള്ളിയിലേക്ക് വന്നിരിക്കുന്നേ? അച്ഛാ, എനിക്ക് പേടിയാകുന്നു, പെണ്ണിന്റെ മുറിയിലേക്ക് പോകാൻ എനിക്ക് പേടിയാകുന്നു, പെണ്ണും ആണും തമ്മിൽ കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി എനിക്ക് പേടിയാകുന്നു. എന്റെ കൂട്ടുകാരന്മാര് പറഞ്ഞു, പേടി മാറാൻ ഒരു മാർഗമുണ്ട്, 2 പെഗ് അടിച്ചിട്ട് പോവുക, 2 പെഗ് അടിക്കുക. ഞാൻ അങ്ങനെ ചെയ്യട്ടെ എന്ന് ചോദിക്കാനാണ് ഈ പയ്യൻ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, നീ കള്ളു കുടിച്ച് ആദ്യ രാത്രി നിന്റെ പെണ്ണിനെ സമീപിച്ചാൽ അത് നിന്റെ അവസാനത്തെ രാത്രിയായിരിക്കും. ഒരു ദിവസവും പിന്നെ നിനക്ക് നിന്റെ പെണ്ണിന്റെ ഹൃദയം കവരാൻ കഴിയില്ല. പേടിയൊക്കെ തന്നെ മാറും, നീ അങ്ങ് ചെല്ലുക എന്ന് പറഞ്ഞ് ഞാൻ അവനെ ധൈര്യപ്പെടുത്തി പറഞ്ഞയച്ചു. കൂട്ടുകാരന്മാരുടെ ഉപദേശം 1000 വട്ടം ആലോചിച്ചിട്ടേ സ്വീകരിക്കാവൂ. 1000 വട്ടം ആലോചിക്കണം. ഇവിടെ നോക്കുക, കൂട്ടുകാരൻ പറഞ്ഞു, നീ ഇങ്ങനെ നടിക്കുക, പനിയാണെന്ന് നടിക്കുക. അങ്ങനെ പനിയാണെന്ന് നടിച്ച് അമ്നോൻ ബെഡ്റൂമിലിരുന്നു. താമാറ് അടയുണ്ടാക്കി അമ്നോന്റെ മുറിയിലേക്ക് ചെന്നു. അവിടെ വെച്ച് അവളെ ബലാത്സംഗം ചെയ്തു സഹോദരനായ ജ്യേഷ്ഠനായ അമ്നോൻ. അവൾ കരയാണ്. മുട്ടിൽ നിന്ന് കരഞ്ഞപ്പോൾ താമാറ് ആ നേരം അമ്നോനോട് പറഞ്ഞു, ഇപ്പോഴെങ്കിലും നീ എന്നെ കല്യാണം കഴിക്കുക, ഇപ്പോഴെങ്കിലും നീ എന്നെ കല്യാണം കഴിക്കുക, എനിക്ക് നിന്നെ കാണണ്ട എന്ന് പറഞ്ഞ് പഠിക്കും, ഇനി മുറിക്ക് പുറത്തു പോ എന്ന് പറഞ്ഞ് അമ്നോൻ ശാസിച്ചു. അവൾ കരഞ്ഞു. അവൾ പോകാൻ കൂട്ടാക്കിയില്ല. അവിടെ എഴുതിയിരിക്കുകയാണ്, ബൈബിൾ എഴുതിയിരിക്കുകയാണ്, അവൻ അവളെ മുൻപ് സ്നേഹിച്ചിരുന്നതിന്റെ ഇരട്ടി ദേഷ്യത്തിലാണ് ഇപ്പോൾ പെരുമാറിയത്. ലൈംഗിക സംയോഗം കഴിഞ്ഞാൽ പുരുഷൻ പെണ്ണിനെയും പെണ്ണ് പുരുഷനെയും വെറുക്കാൻ തുടങ്ങുന്നുവെന്ന് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട്. ഒരു പക്ഷേ അതിന്റെ ഒരു സൂചന ഇവിടെ കാണുകയാണ്. അവർ പരസ്പരം വെറുക്കുന്നു. അമ്നോൻ താമാറിനെ വെറുക്കുന്നു. എനിക്ക് നിന്നോട് വെറുപ്പാണ്, ഇരട്ടി വെറുപ്പാണ്, നീ മുറിക്ക് പുറത്തു പോകുന്നുണ്ടോ എന്ന് അമ്നോൻ ചോദിച്ചു. അവൾ പോകാൻ കൂട്ടാക്കിയില്ല. രാജകുമാരൻ തന്റെ കിങ്കരന്മാരെ വിളിച്ച് അവൾ മുറിക്ക് പുറത്താക്കി വാതിലടച്ചു. അവള് കരഞ്ഞുകൊണ്ടും വിലപിച്ചുകൊണ്ടും അപ്പനായ ദാവീദിന്റെ അടുത്ത് ചെന്നു. ദാവീദിനോട് എല്ലാം പറഞ്ഞു അവള്. ദാവീദ് കുറെ ദേഷ്യപ്പെട്ടു. എന്നാൽ അമ്നോനെതിരെ ഒരു നടപടി എടുത്തില്ല ദാവീദ്. മൂത്ത പുത്രനോടുള്ള അമിതമായ വാത്സല്യം അപ്പനെ അന്ധനാക്കി കളഞ്ഞു. സ്വന്തം സഹോദരനായ അബ്ശലോമിനോട് താമാറ് എല്ലാം വിവരിച്ചു. സ്വന്തം സഹോദരൻ അബ്ശലോം വളരെ കാര്യഗൗരവമായ ഒരു മൗനമാണ് പാലിച്ചത്. പക്ഷേ അയാളെല്ലാം മനസ്സിൽ കാണുകയായിരുന്നു. 2 കൊല്ലം കഴിഞ്ഞു. അബ്ശലോമിന്റെ പാടത്ത് ആടുകളുടെ രോമം കത്തിരിക്കുന്ന ഉത്സവം. അദ്ദേഹം എല്ലാവരെയും ക്ഷണിച്ചു. ദാവീദിനെയും അമ്നോനെയും മറ്റെല്ലാവരെയും ക്ഷണിച്ചു. ദാവീദ് പോയില്ല. എന്തുകൊണ്ട് നമുക്ക് അറിഞ്ഞുകൂടാ. അമ്നോൻ പഴയ കാര്യങ്ങളെല്ലാം മറന്ന് ഈ അബ്ശലോമിന്റെ പാടത്ത് ചെമ്മരിയാടുകളെ രോമം കത്തിരിക്കുന്ന ഉത്സവത്തില് പങ്കെടുക്കാൻ വേണ്ടി ചെന്നു. അവിടെ വെച്ച് അബ്ശലോം അമ്നോനെ കല്ലുകുടിപ്പിച്ച് കൊന്നുകളഞ്ഞു. സഹോദരൻ സഹോദരനെ കൊന്നു. ഈ കഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആദാമിന്റെയും ഹവ്വയുടെയും കഥയോട് കുറെ സാമ്യമില്ലേ ഈ കഥ? ദാവീദിന്റെ മകനായ സോളമനാണ് വേദഗ്രന്ഥ രചനയ്ക്ക് മുൻകൈയെടുത്തത്. അദ്ദേഹം ജ്ഞാനികളെയും പണ്ഡിതന്മാരെയും വിശുദ്ധരെയും കൊട്ടാരത്തിൽ വിളിച്ചു വരുത്തി വേദരചനകളുടെ ശേഖരം കണ്ടെത്താനും പുതിയവ രചിക്കാനും ആവശ്യപ്പെട്ടു. അപ്പോൾ ഈ വേദപണ്ഡിതന്മാരും വിശുദ്ധരും കൊട്ടാരത്തില് വന്ന് വേദരചനയെക്കുറിച്ചുള്ള ചരിത്രം ചിന്തിച്ചപ്പോൾ അന്ന് അവരുടെ മനസ്സിൽ ആഴത്തിൽ വേരോടിയ
ഒരു വേദനയുണ്ടായിരുന്നു. അവരുടെ ഹൃദയത്തിൽ മാത്രമല്ല, ആ ദേശരാഷ്ട്രത്തെ മുഴുവൻ ആഴത്തിൽ വേരോടിയ, ഹൃദയത്തിലൂടെ കടന്നുപോയ ഒരു വാള്. എന്തായിരുന്നു അത്? എങ്ങനെയാണ് സോളമന്റെ പിതാവായ ദാവീദന്, ദൈവത്തിന്റെ ഹൃദയത്തോട് ഏറ്റവും അടുപ്പമുള്ള ദാവീദന് എങ്ങനെയാണ് ഇത്രയും താഴേക്ക് അധപതിക്കാൻ കഴിഞ്ഞത്? അത് ജനത്തിന്റെ ഹൃദയത്തിലും നാട്ടിലും ആഴത്തിൽ മുറിവേൽപ്പിച്ചിരുന്നു. അപ്പോൾ അവര് ദാവീദിനെ പറ്റി ചിന്തിക്കാൻ തുടങ്ങി. ആ ചിന്ത മനുഷ്യനെ കുറിച്ചുള്ള ചിന്തയായി മാറി. ദാവീദിന് അവരൊരു പേര് കൊടുത്തു, ആദാം. ബത്ശബയ്ക്ക് അവരൊരു പേര് കൊടുത്തു, ഹവ്വ. അത് ബത്ശബയാണ്. അവർക്കുണ്ടായ മക്കള് കായേനും ആബേലും. സഹോദരൻ സഹോദരനെ കൊന്നു. അബ്ശലോം അമ്നോനെ കൊന്നു. സഹോദരൻ സഹോദരനെ വധിച്ചു കളഞ്ഞു. മരിച്ച കുട്ടിക്ക് പകരമായി സേത്ത് എന്ന കുട്ടി ജനിച്ചു ആദാമിന്. അവിടെ ദാവീദിന്റെ കഥയില് ആദ്യം മരിച്ച കുട്ടിക്ക് പകരമായി സോളമൻ. എന്താണ് ബൈബിൾ ഗ്രന്ഥകർത്താക്കൾ പറഞ്ഞു വരുന്നത്? ദൈവത്തിന്റെ ഹൃദയത്തോട് ഏറ്റവും അടുപ്പമുള്ളവരാണ് ഓരോ മനുഷ്യരും. പക്ഷേ അവരെ തന്നെ വലിയ ഒരു വീഴ്ചയ്ക്കുള്ള സാധ്യത പേറുന്നുണ്ട്. വീഴാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ദാവീദിന്റെ കുടുംബത്തെ സ്കാൻ ചെയ്ത് മനുഷ്യവംശത്തിന്റെ കഥയായി എഴുതപ്പെട്ടിരിക്കുകയാണ്. ആദാമിന്റെയും ഹവ്വയുടെയും കഥയായി എഴുതപ്പെട്ടിരിക്കുകയാണ്. പാപത്തിന്റെ ഈ 9 വേരുകളും ദാവീദിന്റെ കുടുംബത്തിന്റെ കഥയുമായി ബന്ധപ്പെടുത്തി, അത് നമ്മുടെ കഥയായി, മനുഷ്യവംശത്തിന്റെ കഥയായി ബന്ധപ്പെടുത്തി എഴുതിയിരിക്കുകയാണ്. ഈ പാപത്തിന്റെ വേരുകൾ പിഴുതെടുക്കാനുള്ള ആദ്യത്തെ ചുവടുവെപ്പാണ് ബൈബിള് അവതരിപ്പിക്കുന്ന അനുതാപം, പശ്ചാത്താപം എന്ന പ്രക്രിയ. അതേക്കുറിച്ചുകൂടി ചെറുതായിട്ട് നമുക്കൊന്ന് ധ്യാനിക്കാം. എന്താണ് അനുതാപം? എന്താണ് പശ്ചാത്താപം? ഈ പാപത്തിന്റെ 9 വേരുകൾ എങ്ങനെയാണ് എനിക്ക് പിഴുതെടുത്ത് കളയാൻ കഴിയുക എന്ന് അവതരിപ്പിക്കുക. അനുതാപം എന്നതിനുള്ള ഹെബ്രായ പദം ശുബ് എന്നാണ്. ഇങ്ങനെയാണ് അത് എഴുതുക, ശുബ്. അതിനർത്ഥം തിരിയുക എന്നാണ്, ടേൺ. എന്നാൽ ഈ ടേൺ എന്ന് പറയുന്നത്, തിരിയുക എന്ന് പറയുന്നത് 2 തരത്തില് മനസ്സിലാക്കാം. റിട്ടേൺ, ടേൺ. ടേൺ അവേ ഫ്രം സിൻ, പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ദൈവത്തിലേക്ക് തിരിയുക. ടേൺ അവേ ഫ്രം സിൻ, ടേൺ ടു ഗോഡ്. 2 തിരിച്ചില് ഉണ്ടാകുമ്പോഴേ ഈ ശുഭ എന്ന് പറയുന്ന, അനുതാപം എന്ന് പറയുന്ന ആ പ്രക്രിയ പൂർണ്ണമാകുന്നുള്ളൂ. പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞാൽ അത് പകുതി പശ്ചാത്താപമേ ആകുന്നുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം യൂദാസാണ്. യൂദാസ് പശ്ചാത്തപിച്ചു എന്ന് ബൈബിൾ എഴുതിയിട്ടുണ്ട്. യൂദാസ് പശ്ചാത്തപിച്ചു, പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞു. യേശുവിന് വിറ്റ് കിട്ടിയ പണം ദേവാലയത്തിൽ വലിച്ചെറിഞ്ഞു. ആ പണം ഉപയോഗിച്ചില്ല. പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞു യൂദാസ്. പക്ഷേ ദൈവത്തിലേക്ക് തിരിയുന്നതിന് പകരം തന്നിലേക്ക് തന്നെയാണ് ആണ്ടാണ്ട് പോയത്. അങ്ങനെ അയാള് ആത്മഹത്യ ചെയ്തു. പാപത്തിന് പിന്തിരിഞ്ഞാൽ അത് 90 ഡിഗ്രി ടേണിംഗ് എന്നാണ് പറയാ. 90 ഡിഗ്രി ടേണിംഗ്. നമുക്കത് എങ്ങനെ മനസ്സിലാക്കാം? നോക്കുക. പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞാൽ 90 ഡിഗ്രി ടേണിംഗ് ആയി. പാപത്ത് പിന്തിരിഞ്ഞ് അവിടെ നിന്ന് ദൈവത്തിലേക്ക് തിരിയണം, ഒരു 90 ഡിഗ്രി ടേണിംഗ് കൂടി. അപ്പോൾ 180 ഡിഗ്രി ടേണിംഗ് ആയി. ഇങ്ങനെ ഉള്ള തിരിച്ചിലാണ് അനുതാപം എന്ന് പറയുന്നത്. പാപത്തിൽ നിന്ന് പിന്തിരിയുകയും ദൈവത്തിലേക്ക് തിരിയുകയും വേണം. പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് അവിടെ നിർത്തിയാൽ അവിടെ ഒരു ശൂന്യത അനുഭവപ്പെടും. ആ ശൂന്യതയെ ദൈവം കൊണ്ട് നിറയ്ക്കുന്നില്ലെങ്കിൽ അനുതാപം പൂർണ്ണമാകുന്നില്ല എന്നാണ് ഈ ഹെബ്രായ വാക്കിനർത്ഥം. അനുതാപം എന്നതിനുള്ള ഗ്രീക്ക് വാക്ക്
മെറ്റാനോയിയ എന്നാണ്. മെറ്റാനോയിയ മെറ്റാനോയിയ എന്ന വാക്കിന് അക്ഷരാർത്ഥത്തില് ക്രോസ് ഓവർ, മറുകണ്ഠം ചാടുക എന്നാണ് അർത്ഥം. ക്രോസ് ഓവർ, ക്രോസ് ഓവർ ടു ദി അതർ സൈഡ്, മറുകണ്ഠം ചാടുക എന്നാണ് അർത്ഥം. നമുക്കൊന്ന് സങ്കല്പിക്കാം, ഞാൻ ഇവിടെ നിൽക്കുന്നു, നിങ്ങൾ അവിടെ ഇരിക്കുന്നു. എന്റെ വലതുവശത്തുള്ളത് നിങ്ങളുടെ ഇടതുവശത്താണ്, എന്റെ ഇടതുവശത്തുള്ളത് നിങ്ങളുടെ വലതുവശത്താണ്. ഞാൻ നിങ്ങളുടെ വശത്തേക്ക് വരുന്നു, മറുകണ്ഠം ചാടുന്നു. എന്നിട്ട് നിങ്ങളുടെ കണ്ണിലൂടെ ഞാൻ നോക്കുന്നു. അപ്പോൾ ഞാൻ തിരിച്ചറിയാണ്, ഞാൻ ശരിയെന്ന് കണക്കാക്കിയത് തെറ്റായിരുന്നു, ഞാൻ തെറ്റെന്ന് കണക്കാക്കിയത് ശരിയായിരുന്നു. ഈ മറുകണ്ഠം ചാടുക എന്നതിന് 3 തരത്തിൽ മറുകണ്ഠം ചാടുക എന്നർത്ഥം വരും. ഒന്ന്, എന്നിൽ തന്നെ 2 ശക്തികൾ നമ്മൾ കാണുകയാണ്. ഒന്ന് ഈഗോ, എന്റെ സ്വാർത്ഥം എന്ന് പറയുന്ന ശക്തി. മറ്റൊന്ന് നിസ്വാർത്ഥ സ്നേഹം എന്ന് പറയുന്ന ശക്തി. സ്വാർത്ഥത്തിന്റെ തടവറയിൽ നിന്നും സ്നേഹത്തിന്റെ ആ വിശാലമായ പരപ്പിലേക്ക് ഞാൻ മറുകണ്ഠം ചാടണം. ഞാൻ തിരിച്ചറിയുകയാണ്, പണ്ട് ഞാൻ ശരിയെന്ന് കണക്കാക്കിയിരുന്ന പലതും തെറ്റാണ്, തെറ്റെന്ന് കണക്കാക്കിയിരുന്ന പലതും ശരിയാണ്. സ്വാർത്ഥപരമായി നോക്കിയപ്പോൾ ശരിയെന്ന് കണക്കാക്കിയത് സ്നേഹത്തിന്റെ പക്ഷത്ത് നോക്കുമ്പോൾ തെറ്റായി മനസ്സിലാക്കുകയാണ്. ഈ മറുകണ്ഠം ചാടല് ഒരു സ്റ്റെപ്പ് കൂടിയുണ്ട്. ഞാൻ നിങ്ങളുടെ പക്ഷത്തേക്ക് വരുന്നു, നിങ്ങൾ കാണുന്നത് പോലെ ഞാൻ കാണുന്നു. അത് എന്റെ അധികാരികളാകാം, കൂട്ടുകാരാകാം, അപ്പനാകാം, അമ്മയാകാം, ഭാര്യയാകാം, മക്കളാകാം. ഭാര്യയുടെ പക്ഷത്തേക്ക് ചെന്ന് ഭാര്യ കാണുന്നത് പോലെ കാണാൻ പരിശ്രമിക്കുക. ഭർത്താവിന്റെ പക്ഷത്തേക്ക് ചെന്ന് ഭർത്താവ് കാണുന്നത് പോലെ കാണാൻ ശ്രമിക്കുക. അപ്പനും അമ്മയും കാണുന്ന ആ പക്ഷത്തേക്ക് ചെന്ന് അവര് കാണുന്നത് പോലെ കാണാൻ ശ്രമിക്കുക. മക്കളെ കാണുന്നത് പോലെ കാണാൻ ശ്രമിക്കുക. അധികാരികളുടെ പക്ഷത്തു നിന്നും അല്ലെങ്കിൽ കണ്ണിലൂടെ കാണാൻ നോക്കുക. ഇങ്ങനെ മറ്റുള്ളവരുടെ പക്ഷത്തേക്ക് മറുകണ്ഠം ചാടി അവരുടെ കണ്ണിലൂടെ ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ചറിയാണ്, ഞാൻ ശരിയെന്ന് കണക്കാക്കിയത് പലതും തെറ്റായിരുന്നല്ലോ, ഞാൻ തെറ്റെന്ന് കണക്കാക്കിയത് പലതും ശരിയായിരുന്നല്ലോ. 3ാമത്തെ മറുകണ്ഠം ചാടലാണ് ദൈവത്തിന്റെ പക്ഷത്തേക്ക്. ദൈവം എങ്ങനെ കാണാൻ സാധ്യതയുണ്ട് എന്ന് ദൈവത്തിന്റെ പക്ഷത്തു നിന്ന് ചെന്ന് നോക്കുക. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ബോധോദയത്തിലേക്ക് വരികയാണ്. ഞാൻ ശരിയെന്ന് കണക്കാക്കിയിരുന്ന പലതും ദൈവത്തിന്റെ കണ്ണിൽ തെറ്റായിരുന്നല്ലോ, ദൈവം കണ്ടതുപോലെ ഞാൻ കാണുമ്പോൾ സംഗതികൾ വ്യത്യാസമായിരിക്കുന്നല്ലോ. ഈ മറുകണ്ഠം ചാടല് ഈഗോയിൽ നിന്ന്, സ്വാർത്ഥതയിൽ നിന്ന് സ്നേഹത്തിന്റെ പക്ഷത്തേക്കും, എന്നിൽ നിന്ന് മറ്റുള്ളവരുടെ പക്ഷത്തേക്കും, നമ്മിൽ നിന്ന് ദൈവത്തിന്റെ പക്ഷത്തേക്കുമുള്ള 3 മറുകണ്ഠം ചാട്ടം. അങ്ങനെ ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണിലൂടെ കാണാൻ ശ്രമിക്കുമ്പോൾ നമ്മിലുണ്ടാകുന്ന മാറ്റമാണ് അനുതാപം അഥവാ പശ്ചാത്താപം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ അനുതാപത്തിന് 3 സംഗതികളുണ്ട് എന്ന് പറയാം. റോമാലേഖനത്തില് 7ാമത്തെ അധ്യായത്തില് പൗലോസ്ലീഹ അത് വളരെ മനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് വായിക്കാം, എന്നിട്ട് ചെറിയൊരു വിശകലനത്തോടെ അനുതാപം എന്തെന്ന് മനസ്സിലാക്കാം. റോമാലേഖനത്തിലെ 7ാമത്തെ അധ്യായം 14 മുതലുള്ള വാക്യങ്ങളാണ്. ഞാൻ പാപത്തിന് അടിമയായി വിൽക്കപ്പെട്ട ജഡികനാണ്, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ ഞാൻ ഇച്ഛിക്കുന്നതല്ല, വെറുക്കുന്നതാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തത് പ്രവർത്തിക്കുന്നെങ്കിൽ നിയമം നല്ലതാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ കുടികൊള്ളുന്ന പാപമാണ്. എന്നിൽ, അതായത് എന്റെ ശരീരത്തിൽ നന്മ വസിക്കുന്നില്ലെന്ന് ഞാൻ അറിയുന്നു. നന്മ ഇച്ഛിക്കാൻ എനിക്ക് സാധിക്കും, എന്നാൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തത് ഞാൻ ചെയ്യുന്നുവെങ്കിൽ അത് ചെയ്യുന്നത് ഒരിക്കലും ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. അങ്ങനെ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്നിൽ തന്നെ തിന്മയുണ്ട് എന്നൊരു തത്വം ഞാൻ കാണുന്നു. എന്റെ അന്തരംഗത്തിൽ ഞാൻ ദൈവത്തിന്റെ നിയമമോർത്ത് ആഹ്ലാദിക്കുന്നു. എന്റെ അവയവങ്ങളിലാകട്ടെ എന്റെ മനസ്സിന്റെ നിയമത്തോട് പോരാടുന്ന വേറൊരു നിയമം ഞാൻ കാണുന്നു. ഇവിടെ നമ്മൾ തിരിച്ചറിയുന്നത് ഈ ക്രോസിംഗ് ഓവർ, എന്റെ അവയവങ്ങളിൽ പാപത്തിന്റെ നിയമം, എന്റെ അന്തരംഗത്തിൽ ദൈവത്തിന്റെ നിയമം. ഈ അവയവങ്ങളിലെ പാപത്തിന്റെ നിയമത്തിൽ നിന്ന് അന്തരംഗത്തിലെ ദൈവത്തിന്റെ നിയമത്തിലേക്കുള്ള ക്രോസിംഗ് ഓവർ, അതാണ് ഞാൻ പറഞ്ഞത് സ്വാർത്ഥതയിൽ നിന്ന് സ്നേഹത്തിലേക്കുള്ള മറുകണ്ഠം ചാടല്.
അങ്ങനെ ആ മറുകണ്ഠം മറ്റുള്ളവരിലേക്കും ദൈവത്തിലേക്കും അങ്ങനെ നമുക്ക് യഥാർത്ഥ കാഴ്ച ലഭിക്കുന്നു. അദ്ദേഹം തുടരുന്നു, ഞാൻ ദുർഭകനായ മനുഷ്യൻ, വാട്ട് എ റച്ചഡ് സിന്നർ ഐ ആം എന്നാണ് ഇംഗ്ലീഷില്. പാപികളിൽ അഗ്രഗണ്യനാണ് ഞാൻ എന്ന് പൗലോസ് പറയുന്നുണ്ട്. ഞാൻ എന്തൊരു ദുർഭകനായ മനുഷ്യൻ, ദൗർഭാഗ്യവാനാണ് ഞാൻ. കാരണം ഇങ്ങനെ പാപത്തിന് അടിമയായി വിൽക്കപ്പെട്ടവനാണ് ഞാൻ. അപ്പോൾ അനുതാപത്തിന്റെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് ഞാൻ പാപിയാണ്, പാപത്തിന് അടിമയായി വിൽക്കപ്പെട്ടവനാണ് എന്ന് അംഗീകരിക്കുന്നതാണ്. നമ്മൾ പാപികളാണ് എന്ന് അംഗീകരിക്കുന്നതാണ് അനുതാപത്തിന്റെ ആദ്യത്തെ ഘട്ടം. രണ്ടാമത്തത്, എനിക്ക് തന്നെത്താൻ ഈ പാപത്തിന്റെ കെണിയിൽ നിന്നും പാപത്തിന്റെ കുഴിയിൽ നിന്നും എഴുന്നേൽക്കാൻ കഴിവില്ല എന്ന് അംഗീകരിക്കുന്നതാണ് രണ്ടാമത്തത്. പൗലോസ് ചോദിക്കുന്നുണ്ട്, ഈ കുഴിയിൽ നിന്ന്, പാപത്തിന്റെ കെണിയിൽ നിന്ന് ആരാണ് എന്നെ രക്ഷിക്കുക? എന്നെ രക്ഷിക്കാൻ എനിക്ക് തന്നെ കഴിയില്ല എന്ന് അംഗീകരിക്കുന്നതാണ് അനുതാപത്തിന്റെ രണ്ടാമത്തെ ഘട്ടം. മൂന്നാമത്തത്, അങ്ങനെ രക്ഷിക്കാൻ കഴിവുള്ള ഒരാളുണ്ട് എന്നും അത് യേശുക്രിസ്തുവാണ് എന്നും അംഗീകരിക്കുന്നതാണ്. നമ്മൾ കാണുന്നു വീണ്ടും പൗലോസിന്റെ വാക്കുകള്, മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് ആര് എന്നെ മോചിപ്പിക്കും? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി ദൈവത്തിന് സ്തോത്രം. അതായത് പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ, പാപത്തിന്റെ കുഴിയിൽ നിന്ന് എന്നെ പൊക്കിയെടുക്കാൻ മറ്റൊരാൾ വേണമെന്ന് അംഗീകരിക്കുന്ന പൗലോസ് ആ ആള് യേശുക്രിസ്തുവാണ് എന്ന് അംഗീകരിച്ച് ഏറ്റു പറയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ദൈവമായ കർത്താവിന് സ്തുതി, എനിക്ക് യേശുക്രിസ്തുവിനെ തന്നുവല്ലോ. അതാണ് അനുതാപത്തിന്റെ മൂന്നാമത്തെ ഘട്ടം. അനുതാപം എന്ന് പറയുന്ന ആ വലിയ പ്രക്രിയ, ആ പ്രക്രിയയുടെ അവസാനത്തെ മുദ്രവെക്കുന്ന കർമ്മമാണ് കുമ്പസാരക്കൂട്ടില് സംഭവിക്കുന്നത്. എന്താണ് കുമ്പസാരത്തിൽ സംഭവിക്കുന്നത്? അനുതാപം എന്ന് പറയുന്ന ആ പ്രക്രിയയുടെ അവസാനത്തെ മുദ്രവെക്കുന്ന കർമ്മമാണ് കുമ്പസാരക്കൂട്ടില്. പാപത്തിന്റെ പശ്ചാത്താപം ആരംഭിക്കുന്നത് അവിടെയല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സഹോദരന്മാരിലേക്കും ദൈവത്തിലേക്കും എന്റെ സ്നേഹത്തിന്റെ പക്ഷത്തേക്കുമുള്ള ചുവടുവെപ്പ്. ഒരു ഉദാഹരണം നോക്കുക. ഞാൻ ഒരു 100 രൂപ കട്ടെടുത്തു എന്ന് കരുതുക. ഒരു കുടുംബം അന്ന് അരി വാങ്ങിക്കാൻ വേണ്ടി വെച്ച പൈസയാണ് കട്ടെടുത്തതെങ്കിൽ അവര് പട്ടിണിയിലേക്ക് തള്ളപ്പെട്ടു. ആ പണം ഞാൻ തിരിച്ചു കൊടുക്കാതെ, അവർക്ക് വന്ന വേദന മാറ്റാതെ കുമ്പസാരക്കൂട്ടിൽ പോയി ഞാൻ പണം കട്ടെടുത്തു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമായോ? മറുകണ്ഠം ചാടല് മുമ്പേ നടക്കണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും